നമസ്കാരം. കേരളം മൊത്തം ഭരിച്ചു മുടിച്ച് ഖജനാവിലും കൈയിട്ട് വാരി കേന്ദ്ര സർക്കാരിനെ ഒളിഞ്ഞും തെളിഞ്ഞും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പൊടിയും തട്ടി ഇറങ്ങിപ്പോകാമെന്ന് കരുതിയെങ്കിൽ പിണറായി വിജയന് തെറ്റി. അയ്യപ്പൻ്റെ പൊന്നുകെട്ടവരെ ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അയ്യപ്പൻ നല്ല പണി കൊടുക്കുമെന്ന് അന്നേ ഹിന്ദുമത വിശ്വാസികൾ പറഞ്ഞതാണ്. പള്ളിയും പട്ടക്കാരും അമ്പലവും ദൈവവും ഇല്ലാത്ത അന്തം കമ്മികളോട് ദൈവത്തിൻ്റെ കാണിക്കയിലെങ്കിലും കൈയിടരുതെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പിണറായിയെ പൂട്ടിയത് വെറും പൂട്ടല്ല, മണിച്ചിത്ര താഴിട്ട് തന്നെയാണ് ഇ.ഡി. പൂട്ടാൻ പോകുന്നത്. 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിക്ക് ഇരട്ടച്ചങ്കന് ഇനി അഴിക്കുള്ളിൽ ശിഷ്ടകാലം തള്ളി നീക്കാനാണ് കർമ്മഫലമെന്ന് തോന്നുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ പ്രതിപക്ഷ നേതാവേ. അന്തവും കുന്തവുമില്ലാതെ മോള് വിളിച്ചു പറഞ്ഞതൊക്കെ അപ്പൻ്റെ കഴുത്തിൽ കുരുക്കിടാനുള്ള തെളിവുകളായി മാറുമെന്നാണ് നിലവിലെ സാഹചര്യത്തിൻ്റെ പോക്ക് കണ്ടാൽ ഉറപ്പിച്ച് തറപ്പിച്ചു പറയാൻ കഴിയുന്നത്. ഞാനില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ആര് എന്ന് ഊറ്റം കൊണ്ട വിഗ്രഹാരാധന എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിലെ കിരീടവും ചെങ്കോലുമില്ലാത്ത രാജാവായ സാക്ഷാൽ പിണറായി വിജയന് ചുവടുകൾ ഇടറിത്തുടങ്ങി. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലൊന്നായ മാസപ്പടി കേസ് വീണ്ടും നിർണായക വഴിത്തിരിവിലേക്ക്. ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസങ്ങളോളം പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ ആരംഭിച്ച അന്വേഷണം ഇനി ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന സൂചനകൾ ശക്തമാവുകയാണ്. അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് അന്വേഷണം നീളുമോ? ഭരണത്തിൻ്റെ ഉന്നത കേന്ദ്രങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമോ? രാഷ്ട്രീയവും നിയമവും ഏറ്റുമുട്ടുന്ന ഈ ഘട്ടത്തിൽ ആരോപണങ്ങളും അന്വേഷണവും പ്രതിരോധവും ചേർന്ന് രൂപപ്പെടുന്ന വലിയ ചിത്രമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. മാസപ്പടി കേസ് എവിടെ നിന്നാണ് തുടക്കം? മാസപ്പടി കേസിൻ്റെ കേന്ദ്രത്തിൽ ഉയർന്നത് സ്വകാര്യ ഖനന ധാതു കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് അഥവാ CMRL നൽകിയതായി ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകളാണ്. വരുമാന നികുതി ഇടക്കാല സെറ്റിൽമെൻറ്റ് ബോർഡിൽ സമർപ്പിക്കപ്പെട്ട രേഖകളിൽ യാതൊരു വ്യക്തമായ സേവനവും ലഭിക്കാതെ മാസങ്ങളോളം വലിയ തുക നൽകിയെന്ന പരാമർശങ്ങളാണ് വിവാദത്തിന് ആദ്യം വഴിവെച്ചത്. ആരോപണങ്ങൾ ഉയർന്നതോടെ സാമ്പത്തിക ക്രമക്കേട്, സ്വാധീന വ്യാപാരം, അഴിമതി തുടങ്ങിയ ചോദ്യങ്ങൾ പൊതു ചർച്ചയായി മാറി. അന്വേഷണ ഏജൻസികൾ രേഖകൾ പരിശോധിക്കുകയും ബന്ധപ്പെട്ടവരുടെ മൊഴികൾ ശേഖരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അന്വേഷണം ഒരാളിൽ മാത്രം ഒതുങ്ങുമോ? രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാനമായും ഉയരുന്ന ചോദ്യം ഇപ്പോൾ ഈ പറഞ്ഞതാണ്. പണം നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന കാലഘട്ടം സംസ്ഥാനത്ത് അതേ സർക്കാർ അധികാരത്തിലിരുന്ന സമയത്തേതാണ്. അതായത് പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി പൈസ വാങ്ങി എന്ന് പറയുന്ന കാലഘട്ടം അച്ഛൻ പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയമാണ് എന്ന് സാരം. അതിനാൽ ഈ ഇടപാടുകൾ വ്യക്തിപരമായതാണോ അതോ അധികാര സ്വാധീനവുമായി ബന്ധപ്പെട്ടതാണോ എന്നതും അന്വേഷണത്തിൻ്റെ ഭാഗമാകണമെന്നാണ് വിമർശകർ ആവശ്യപ്പെടുന്നത്. അന്നത്തെ മുഖ്യൻ പിണറായി വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതടക്കം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് CMRL കമ്പനിക്ക് സർക്കാർ തലത്തിൽ അന്വേഷണ ആനുകൂല്യങ്ങളോ വഴിവിട്ട സഹായങ്ങളോ ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ED ഇപ്പോൾ പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക സ്വാധീനം ഉപയോഗിച്ച് കമ്പനിക്ക് അനുകൂലമായ തീരുമാനങ്ങളോ നടപടികളോ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിൻ്റെ പ്രധാന ഭാഗമായിരിക്കുകയാണ്. മകളിലുള്ള ഔദ്യോഗിക സ്വാധീനം ഉപയോഗിച്ച് കമ്പനിക്ക് അനുകൂലമായ തീരുമാനങ്ങളോ നടപടികളോ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിൻ്റെ പ്രധാന ഭാഗമായിരിക്കുകയാണ്. മകൾ വാതുറന്നാൽ അച്ഛനും പെടുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനൊപ്പം പിണറായി വിജയനും CMRL കമ്പനിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ ഇടപാടുകളോ ഉണ്ടായിരുന്നോ എന്നതും അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും സർക്കാർ തീരുമാനങ്ങളും സാമ്പത്തിക ഇടപാടുകളും ED പരിശോധിച്ചു വരികയാണ്. നേരത്തെ എക്സാലോജിക് സൊല്യൂഷൻസിനും CMRLനും ഇടയിലുണ്ടായ സാമ്പത്തിക ഇടപാടുകൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ കേസിൽ വിവിധ രേഖകളും മൊഴികളും ശേഖരിച്ച ശേഷമാണ് അന്വേഷണം കൂടുതൽ വിപുലീകരിച്ചിരിക്കുന്നത്. അതേസമയം കേസിൽ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമപരമായ എല്ലാ ആരോപണങ്ങളെയും നേരിടുമെന്നുമുള്ള പഴയ പല്ലവിയിൽ തന്നെ കുരുങ്ങി നിലവിളിക്കുകയാണ് അന്തം കമ്മികൾ. അന്വേഷണം നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് പാർട്ടിയുടെ നിലപാട്. ഇതിനിടെ കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും പുതിയ രേഖകൾ ശേഖരിക്കാനുമാണ് EDയുടെ നീക്കം.
അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ഒന്നും രണ്ടുമല്ല പിണറായി കേരളം ഭരിച്ചപ്പോൾ ഉയർന്ന പ്രധാന ആരോപണങ്ങൾ: സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ, ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ആരോപണങ്ങൾ, കെ-ഫോൺ, AI ക്യാമറ പദ്ധതി എന്നിവയിലെ ടെൻഡർ നടപടികളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഭരണപരമായ വീഴ്ചകളെന്ന ആരോപണം, മാസപ്പടി കേസ്. ഇതൊക്കെ ഇരട്ടച്ചങ്കന്റെ ട്രോഫികളാണ് കേട്ടോ. ഈ കേസുകളിൽ ചിലത് ഇപ്പോഴും അന്വേഷണത്തിലാണ്. ചിലതിൽ വിവിധ കോടതികളിൽ നടപടികൾ തുടരുന്നുമുണ്ട്. ചില വിഷയങ്ങളിൽ സർക്കാർ ആരോപണങ്ങൾ നിഷേധിക്കുകയും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആവർത്തിക്കുകയും ചെയ്തിട്ടുമുണ്ട്. മാസപ്പടി കേസ് അവസാനിച്ചിട്ടില്ല, അന്വേഷണം തുടരുകയാണ്. അതിനാൽ അന്തിമ വിധി പറയേണ്ടത് അന്വേഷണ ഏജൻസികളും കോടതികളുമാണ്. എന്നാൽ ഒരു കാര്യം അത് വ്യക്തമാണ്: പൊതുപദവിയിലുള്ളവരുമായി ബന്ധമുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച സംശയങ്ങൾ ഉയരുമ്പോൾ അവ സുതാര്യമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം അന്വേഷണങ്ങൾ വ്യക്തിനിഷ്ഠമോ രാഷ്ട്രീയ പക്ഷപാതമോ ഇല്ലാതെ നടക്കുമ്പോഴാണ് ജനാധിപത്യത്തോടുള്ള വിശ്വാസം സാധാരണ മനുഷ്യന് ശക്തിപ്പെടുക. സ്വന്തം മകളും അപ്പനും കൂടി വരുത്തിക്കൂട്ടി വെച്ച കൊള്ളയ്ക്കും കൂടി ഇനി ഉത്തരവാദിത്വം മോദി സർക്കാരിന്റെ തലയിൽ കൊണ്ടിടാൻ പിണറായി മടിക്കില്ല. നടത്തിക്കൂട്ടിയ കള്ളപ്പണ ഇടപാടിനെ കൃത്യമായ അന്വേഷണം വന്നപ്പോൾ അതിന്റെ കുറ്റവും മോദിക്ക്. ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ന മനുഷ്യന് കേവലം ഒരു എതിരാളി പോലും അല്ലാത്ത പിണറായിയുടെ കാര്യവും മകളുടെ കാര്യവും നോക്കലല്ല പണിയെന്നെങ്കിലും പിണറായി കുറഞ്ഞ പക്ഷം അറിഞ്ഞുവെക്കണം. നാഴികയ്ക്ക് 40 വട്ടം ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുമ്പോൾ മകളുടെ കൈ ശുദ്ധമല്ലാതായാലും അതിനുവേണ്ടി ഇത്തിരി കണ്ണടച്ചാലും അതിനും കണക്കു പറയേണ്ടി വരുമെന്ന് മറന്നുപോയതിൻ്റെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്ന് പിണറായി മറക്കരുത്. കടക്കുപുറത്ത് എന്ന് പണ്ട് ആക്രോശിച്ച ഒരു മുഖ്യനുണ്ടായിരുന്നു. കടക്കുപുറത്ത് എന്ന് പറഞ്ഞ ആ മുഖ്യനെ പിന്നീട് കേരളത്തിലെ ജനങ്ങൾ കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കി. ഇനിയിപ്പോൾ കിടക്ക് അകത്ത് എന്ന് ഈടി പറഞ്ഞാൽ അതിലും ഞങ്ങൾക്ക് അതിശയോക്തിയില്ല സഖാവേ.